എൻ്റെ അവസ്ഥയും അത് തന്നെയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണല്ലേ. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ അവസ്ഥയും അത് തന്നെയാണ് എന്നെങ്ങനെ പറയാം? മൈ സിറ്റുവേഷൻ ഈസ് ഓൾസോ ദ സെയിം. മൈ സിറ്റുവേഷൻ ഈസ് ഓൾസോ ദ സെയിം. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സെയിം ഫോർ മീ. ഇറ്റ് ഈസ് ദ സെയിം ഫോർ മീ. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതെനിക്ക് സമാനമായിരുന്നില്ല, അതെനിക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നെങ്ങനെ പറയാം? അതെനിക്ക് അങ്ങനെയായിരുന്നില്ല. ഇറ്റ് വാസന്റ് സെയിം ഫോർ മീ. അതെനിക്ക് അങ്ങനെയായിരുന്നില്ല. ഇറ്റ് വാസന്റ് സെയിം ഫോർ മീ. അതെനിക്ക് അങ്ങനെയായിരുന്നില്ല. നീ എവിടെയായിരുന്നു ഇതുവരെ? നമ്മൾ സാധാരണയായി ചോദിക്കുന്നതാണല്ലേ, നീ എവിടെയായിരുന്നു ഇതുവരെ? ഇത് നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സാധാരണയായിട്ട് നീ എവിടെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലേ, വേർ ഡിഡ് യു ഗോ? നീ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? നീ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ? ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ നടന്നു വരികയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നീ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം? നമ്മൾ സാധാരണയായി പറയുന്നത് വേർ ഡിഡ് യു ഗോ എന്നാണല്ലേ. വേർ ഡിഡ് യു ഗോ? നീ എവിടെ പോയി? നീ എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം? നീ എവിടെയായിരുന്നു ഇതുവരെ? അല്ലെ നീ എവിടെയായിരുന്നു എന്നെങ്ങനെ പറയാം? വേർ ഹാവ് യു ബീൻ? വേർ ഹാവ് യു ബീൻ? നീ ഇതുവരെ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു ഇതുവരെ? അങ്ങനെയെങ്കിൽ അവൻ എവിടെയായിരുന്നു ഇതുവരെ എന്നെങ്ങനെ ചോദിക്കാം? വേർ ഹാസ് ഹി ബീൻ? അവൻ എവിടെയായിരുന്നു ഇതുവരെ? വേർ ഹാസ് ഹി ബീൻ? വേർ ഹാസ് ഹി ബീൻ? ഇനി അവൾ എവിടെയായിരുന്നു ഇതുവരെ എന്നെങ്ങനെ ചോദിക്കാം? വേർ ഹാസ് ഷി ബീൻ? അവൾ എവിടെയായിരുന്നു ഇതുവരെ? വേർ ഹാസ് ഷി ബീൻ? അങ്ങനെയെങ്കിൽ അവർ എവിടെയായിരുന്നു ഇതുവരെ എന്നെങ്ങനെ ചോദിക്കാം? അവർ എവിടെയായിരുന്നു ഇതുവരെ? വേർ ഹാവ് ദേ ബീൻ? അവർ എവിടെയായിരുന്നു ഇതുവരെ? വേർ ഹാവ് ദേ ബീൻ? അവർ എവിടെയായിരുന്നു ഇതുവരെ? അവനതറിയാം, അല്ലെങ്കിൽ അവനത് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവനതറിഞ്ഞു. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആദ്യം അവനതറിയാം എന്നെങ്ങനെ പറയാം? അവനതറിയാം. ഹി നോസ് ദാറ്റ്. അവനത് അറിയാം. ഹി നോസ് ദാറ്റ്. ഇനി അവനത് അറിയാമായിരുന്നു എന്നെങ്ങനെ പറയാം? ഹി ന്യൂ ഇറ്റ്. ഹി ന്യൂ ദാറ്റ്. അവനത് അറിയാമായിരുന്നു. ഹി ന്യൂ ദാറ്റ്. ഹി ന്യൂ ദാറ്റ്. അവനത് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ അവനത് അറിഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹി കെയിം ടു നോ ദാറ്റ്. അവനതറിഞ്ഞു. ഹി കെയിം ടു നോ ദാറ്റ്. ഇനി എനിക്കതറിയാം എന്നെങ്ങനെ പറയാം? എനിക്കത് അറിയാം. ഐ നോ ദാറ്റ്. എനിക്കത് അറിയാം. ഇനി എനിക്കത് അറിയാമായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ന്യൂ ദാറ്റ്. എനിക്കത് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അറിഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ കെയിം ടു നോ ദാറ്റ്. ഐ കെയിം ടു നോ ദാറ്റ് റീസെൻ്റ്ലി. ഞാൻ അറിഞ്ഞു അതിനെക്കുറിച്ച്. ഞാൻ അറിഞ്ഞു. ഐ കെയിം ടു നോ ദാറ്റ്. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? എങ്ങോട്ടെങ്കിലും എന്നെങ്ങനെ പറയാം? എനിവെയർ അല്ലെങ്കിൽ എനി പ്ലേസ്. പോകുക, ഗോ. അങ്ങനെയെങ്കിൽ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എനി പ്ലേസ് ടു ഗോ ടു? ഡു യു ഹാവ് എനി പ്ലേസ് ടു ഗോ ടു? ഇനി അവന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? അവന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എങ്ങനെ പറയാം? ഡസ് ഹി ഹാവ് എനി പ്ലേസ് ടു ഗോ ടു? ഡസ് ഹി ഹാവ് എനി പ്ലേസ് ടു ഗോ ടു? അങ്ങനെയെങ്കിൽ അവൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡസ് ഷി ഹാവ് എനി പ്ലേസ് ടു ഗോ ടു? ഡസ് ഷി ഹാവ്
any place to go to? ഇനി അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? Do they have any place to go to? Do they have any place to go to? അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്നതാണല്ലേ സാധാരണയായിട്ട്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ. ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഞാൻ എടുത്തോട്ടെ എന്നെങ്ങനെ പറയാം? Shall I take? ഞാൻ പോയിക്കോട്ടെ. Shall I go? ഞാൻ കണ്ടോട്ടെ. Shall I see? ഞാൻ ചെയ്യട്ടെ. Shall I do? അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം? ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം? Shall I take leave today? Shall I take leave today? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നെങ്ങനെ ചോദിക്കാം? Shall I tell you something? Shall I tell you something? ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. Shall I tell you something? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? Shall I say you something? Shall I say you something? അല്ലെങ്കിൽ Shall I tell you something?